Good morning. Welcome to today's online class. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ABC, അതുപോലെ തന്നെ ടേംസ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. നമുക്ക് നോക്കാം എന്താണ് ABCയുടെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ABC സിസ്റ്റം നോക്കാം. ഇപ്പോൾ പ്രൈമറി ABC സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ആക്ടിവിറ്റീസിനെയാണ് ഈ ഒരു സിസ്റ്റം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിനെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ മേജർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ വരുന്നത്. അപ്പോൾ ആ ആക്ടിവിറ്റീസിനാണ് നമ്മൾ ആദ്യം കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് ഓരോ ആക്ടിവിറ്റീസും എത്രത്തോളം അത് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസോഴ്സസ് എത്ര യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പ്രോഡക്റ്റിലേക്ക് കോസ്റ്റ് പോകുന്നത്. അപ്പോൾ ആക്ടിവിറ്റീസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അതിനെ കൂടുതൽ എംഫസിസ് നൽകിയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് സിസ്റ്റമാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഇംപ്രൂവ് ആക്യുറസി ഓഫ് പ്രോഡക്റ്റ് കോസ്റ്റ് ആണ്. പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ABC. പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുക ഇങ്ങനെ ബൈ കെയർഫുള്ളി ചേഞ്ചിങ് ദ ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് യൂസ്ഡ് ടു അസൈൻ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് അസൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ ടൈപ്പും അതിൻ്റെ എണ്ണവും അത് കെയർഫുള്ളി ചേഞ്ച് ചെയ്തുകൊണ്ട്, അത് ശ്രദ്ധാപൂർവം അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രോഡക്റ്റ് കോസ്റ്റ് അഥവാ ഉൽപാദന ചെലവിൻ്റെ കൃത്യത മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇംപ്രൂവ് ആക്യുറസി ഓഫ് പ്രോഡക്റ്റ് കോസ്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ആക്യുറസി ഓഫ് പ്രോഡക്റ്റ് കോസ്റ്റ്. അപ്പം അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ടു യൂസ് ദിസ് ഇൻഫോർമേഷൻ ടു ഇംപ്രൂവ് പ്രോഡക്റ്റ് മിക്സ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ ആക്യുറസി മെച്ചപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. നമുക്കതിലെ കോസ്റ്റ് അസൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇപ്പോൾ ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഓവർഹെഡ് അഥവാ ഇൻഡയറക്റ്റ് കോസ്റ്റ് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ മെഷീൻ അവേഴ്സോ അല്ലെങ്കിൽ മെറ്റീരിയൽ അവേഴ്സൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, അതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റീസും എത്രത്തോളം റിസോഴ്സസ് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കോസ്റ്റ് ചെയ്താക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് ആക്യുറേറ്റ് കോസ്റ്റ് ഇൻഫോർമേഷൻ ആയിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവിൻ്റെ കൃത്യത മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഇൻഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഫേമിന് അവരുടെ പ്രോഡക്റ്റ് മിക്സ് അതുപോലെ തന്നെ പ്രൈസിങ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മെച്ചപ്പെടുത്തുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. നമുക്ക് സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എന്ത് പറയാം, ടു റെക്ടിഫൈ ദ ഇന്നാക്യുറേറ്റ് കോസ്റ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇന്നാക്യുറേറ്റ് കോസ്റ്റ് ഇൻഫോർമേഷൻ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് ഈ ABC സിസ്റ്റത്തിലൂടെ. അപ്പോൾ അതുവഴി നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ ആയിരിക്കും. ഈ ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്
ഫേമിന് അവരുടെ പ്രൊഡക്റ്റ് മിക്സുമായി ബന്ധപ്പെട്ട ഡിസിഷൻസും പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട ഡിസിഷൻസും അതുപോലെ തന്നെ പ്രോഡക്റ്റ് സ്ട്രാറ്റജി ഡിസിഷൻസൊക്കെ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയാം. പിന്നെ നമ്മളിതിൽ ഓൾറെഡി പറഞ്ഞതാണ് ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസിസിലാണ്. അപ്പോൾ അതും മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. ടേക്കിംഗ് ക്വാളിറ്റി ആൻഡ് ടൈംലി ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഇംപ്രൂവ് ആക്യുറസി ഓഫ് പ്രോഡക്റ്റ് കോസ്റ്റ് പറയാം. പിന്നെ ഒന്ന് നമുക്ക് എന്ത് പറയാം, ടു റെക്ടിഫൈ ദ ഇന്നാക്യുറേറ്റ് കോസ്റ്റ് ഇൻഫോർമേഷൻ. ടു റെക്ടിഫൈ the inaccurate cost information. ഇതൊരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാം. ദെൻ നമുക്ക് തേർഡ് ഒബ്ജക്റ്റായിട്ട് നമുക്കതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് ക്വാളിറ്റി ആൻഡ് ടൈംലി ഡിസിഷൻസ് അല്ലേ. അപ്പോൾ അത് നമുക്ക് പറയാം, ഹെൽപ്പ് the management in taking quality and timely decisions. Taking quality and timely decisions. അപ്പോൾ അതിൽ നമുക്ക് പ്രോഡക്റ്റ് മിക്സ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ് ഒക്കെ നമുക്ക് ഈ ക്വാളിറ്റി ആൻഡ് ടൈംലി ഡിസിഷൻസ് അതിൽ ഉൾപ്പെടും, അതിൽ വരും. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് ആക്യുറസി ഓഫ് പ്രോഡക്റ്റ് കോസ്റ്റ് ഇംപ്രൂവ് ചെയ്യുന്നു, പിന്നെ ഇന്നാക്യുറേറ്റ് കോസ്റ്റ് ഇൻഫോർമേഷൻ റെക്ടിഫൈ ചെയ്യുന്നു, പിന്നെ മാനേജ്മെൻറ്റിനെ ക്വാളിറ്റി ആൻഡ് ടൈംലി ഡിസിഷൻസ് അല്ലേ, നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് ടൈംലി ഡിസിഷൻസ് എടുക്കാനായിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ദെൻ അതർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതർ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഒന്ന് ഐഡൻറ്റിഫൈ ദ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഇൻ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ട്രാൻസാക്ഷൻസിലെ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്ത് വരുന്നത്, ഒരു ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അപ്പോൾ ആക്ടിവിറ്റി പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് പൂർത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചില സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ വരുന്ന ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസിനെയാണ് അല്ലെങ്കിൽ ഇൻ്റർ റിലേറ്റഡ് ടാസ്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഗോൾ ഓർ ഒബ്ജക്റ്റീവ്സ് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില സ്പെസിഫിക് ഫങ്ഷനുകൾ. അപ്പോൾ ആ നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളിൽ വരുന്ന പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ അതിനെ നമ്മൾ മൊത്തത്തിൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ദർ ആർ 2 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ട്രാൻസാക്ഷനുകളിലെ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കണ്ണിൽ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർവഹിക്കുന്ന ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിനെ നമ്മൾ എന്തു പറയും, വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഈ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഇതാണ്
ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പം നമുക്ക് അതർ ഒബ്ജക്റ്റീവ്സിലെ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ നമുക്ക് ഫോർത്ത് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എന്ത് പറയാം, ഐഡൻറ്റിഫൈ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഇൻ ട്രാൻസാക്ഷൻ. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ അനദർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ചോക്ക് ഔട്ട് വേസ് ടു എലിമിനേറ്റ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. ഇപ്പം നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാം. ഇപ്പോൾ നോൺ വാല്യൂ, ഇപ്പോൾ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സിൻ്റെ കണ്ണിലെ പ്രോഡക്റ്റിൻ്റെ മൂല്യം എൻഹാൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് സപ്പോർട്ട് സർവീസ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഇപ്പോൾ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് സർവീസ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ പർച്ചേസിങ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഷെഡ്യൂള് ചെയ്യുക, മെഷീൻ സെറ്റപ്പ് ചെയ്യുക, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, പിന്നെ ഐറ്റംസ് ഒക്കെ ഓരോന്നും ഇൻസ്പെക്റ്റ് ചെയ്യുക, പിന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ എടുക്കുക, പിന്നെ സപ്ലയേഴ്സിൻ്റെ റെക്കോർഡ്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ, അതുപോലെ തന്നെ സ്റ്റോറിങ് ആൻഡ് മൂവിങ് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ അതൊക്കെ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് എന്തല്ല പ്രോഡക്റ്റിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ല. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട്, കാരണം ഈ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും കോസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് പ്രൊഡക്ഷനിലേക്ക്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ടു ചോക്ക് ഔട്ട് വേസ് ടു എലിമിനേറ്റ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് അത് പറയാം. ടു ചോക്ക് ഔട്ട് വേസ് ടു എലിമിനേറ്റ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടു അറ്റാച്ച് കോസ്റ്റ് ഇൻ റെസ്പോൺസ് ടു ദ പ്രൈസ് റെസിസ്റ്റൻസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ കസ്റ്റമേഴ്സ്. അപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതാണ് അറ്റാച്ച് കോസ്റ്റ് ഇൻ റെസ്പോൺസ് ടു ദ പ്രൈസ് റെസിസ്റ്റൻസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ കസ്റ്റമേഴ്സ്. അപ്പം കസ്റ്റമേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ള പ്രൈസ് റെസിസ്റ്റൻസിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് കോസ്റ്റ് അറ്റാച്ച് ചെയ്യുക, കോസ്റ്റ് ബന്ധിപ്പിക്കുക പ്രോഡക്റ്റുമായിട്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഉയർത്തി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ടുവരും. ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ചെയ്യാറ്, പ്രൈസ് നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് അവരെ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവരെ പ്രകടിപ്പിച്ചിട്ടുള്ള അവർ പറയുന്ന ആ ഒരു പ്രൈസ് റെസിസ്റ്റൻസിനെ പ്രതികരണമായിട്ട് കോസ്റ്റ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെ വരുന്നത് ഡിസ്ട്രിബ്യൂട്ട് ഓവർ ഹെഡ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലേ. ആക്ടിവിറ്റീസിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുക, ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് വരുന്നത്, അതിൽ ഓരോ ആക്ടിവിറ്റീസും എത്രത്തോളം അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർ ഹെഡ് കോസ്റ്റ് വീതിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്
എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അതിൽ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പം നമുക്ക് അപ്പം ആ ഒരു ആക്ടിവിറ്റിയിൽ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ റിസീവ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് എത്ര യൂണിറ്റ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ കുറേ വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിങ് അതൊരു ആക്ടിവിറ്റിയാണ്. പർച്ചേസിങ് ഓഫ് റോ മെറ്റീരിയൽ ഒരു ആക്ടിവിറ്റിയാണ്. മെഷീൻ സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണ്. മെഷീൻ്റെ മെയിൻ്റനൻസ് ആക്ടിവിറ്റിയാണ്. മെറ്റീരിയൽ റിസീവിങ് ഒരു ആക്ടിവിറ്റിയാണ്. ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റിയാണ്. ക്വാളിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുന്നതിന് ഈ പറയുന്നതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും എക്സ്റ്റെൻറ്റ്, അത് എത്രത്തോളം അത് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് 2 or 3 തവണ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ ബേസ് നമ്മൾ നമ്പർ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. നമ്മൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് ചിലപ്പോൾ പർച്ചേസ് ഓർഡേഴ്സ് നമുക്ക് 3 or 4 പ്രാവശ്യം നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓവർ ഹെഡ് കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതും ഓരോ ആക്ടിവിറ്റീസും എത്രത്തോളം അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഓവർ ഹെഡ് എന്ത് ചെയ്ത് കൊടുക്കണം, അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ഡിസ്ട്രിബ്യൂട്ട് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂട്ട് overhead on the basis of activities, on the basis of activities. Then next വരുന്നത് ensure accurate product costing for decision making purpose. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രോഡക്റ്റ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദനത്തിൻ്റെ ചെലവ് നിശ്ചയിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. നമുക്ക് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിനെ കോസ്റ്റ് ഇൻഫർമേഷൻസും ആവശ്യമാണ്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഇൻഫർമേഷൻ അവർക്ക് ലഭ്യമാകണം. അപ്പോൾ നമുക്ക് എന്തുറപ്പ് വരുത്തുക എന്നുള്ളത് എൻഷുർ ആക്യുറേറ്റ് പ്രോഡക്റ്റ് കോസ്റ്റിംഗ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാം. എൻഷുർ ആക്യുറേറ്റ് പ്രോഡക്റ്റ് കോസ്റ്റിംഗ്, accurate product costing for decision making purpose. Then next വരുന്നത് provide high quality information about activities, customers, non-manufacturing activities, etc. അതായത് ഇപ്പോൾ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചിട്ടും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിട്ടും നോൺ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻസ് നൽകുക. അപ്പം അതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ about activities, customers, etc. അപ്പോൾ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടും നോൺ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ ഉള്ള ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻസ് നൽകുക. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസ്. ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്യുക. ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് പ്രൊഡക്ഷനിൽ വന്നു കഴിഞ്ഞാൽ
അപ്പോൾ നമ്മൾ പറഞ്ഞു ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലായി വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനത് കാരണമാകും. അപ്പോൾ ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് പരമാവധി നമ്മളത് കുറച്ച് യൂസ് ചെയ്യണം. ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഉപയോഗം അത് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. കാരണം ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസ് പരമാവധി കുറയ്ക്കുക പ്രൊഡക്ഷൻ പ്രോസസ്സിൽ. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമുക്ക് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാനൊന്നായിട്ട് സാധിക്കില്ല, എന്നാൽ കൂടെ അത് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്യുക. ടു ഫോക്കസ് high cost activities. Then next one പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡിഡക്ഷൻ ഓഫ് കോസ്റ്റ്. ഇപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന്, കോസ്റ്റ് കുറയ്ക്കുന്നതിനും അതുപോലെ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡിഡക്ഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് പരമാവധി കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം അത് കൊണ്ടുവരാനായിട്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ടു ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ improvement and reduction of cost. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏതിൽ വരുന്നത്, കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്നാക്യുറേറ്റ് ഇൻഫോർമേഷൻ അത് റെക്ടിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ആക്യുറസി ഓഫ് കോസ്റ്റ് ഇംപ്രൂവ് ചെയ്യുക, പിന്നെ മാനേജ്മെൻറ്റിനെ ക്വാളിറ്റി ആൻഡ് ടൈമിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, പിന്നെ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ട്രാൻസാക്ഷൻസിലെ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യാനുള്ള വഴി കണ്ടെത്തുക, അത് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഓവർ ഹെഡ് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഓവർ ഹെഡ് വീതിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആക്യുറേറ്റ് പ്രോഡക്റ്റ് കോസ്റ്റിംഗ് ഉറപ്പുവരുത്തുക, ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക ആക്ടിവിറ്റീസിനെ കുറിച്ചും കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ ഹൈ കോസ്റ്റ് ആക്ടിവിറ്റീസിനെ ഫോക്കസ് ചെയ്യുക, അതിന് കൂടുതൽ എംഫസിസ് കൊടുക്കുക. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത്രയൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെയോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മോർ ആക്യുറസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്, ABC അനാലിസിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ടു ബ്രിങ് മോർ ആക്യുറസി അല്ലേ, ബ്രിങ് മോർ ആക്യുറസി ഇൻ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആസ് കമ്പയർഡ് വിത്ത് ട്രഡീഷണൽ കോസ്റ്റിംഗ്. അപ്പോൾ ട്രഡീഷണൽ കോസ്റ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ ആ ഒരു കൃത്യത അത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്.
അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ്റെയും അതുപോലെ തന്നെ പ്രോസസ് പെർഫോമിങ്ങിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനും ഇതിൽ നിന്ന് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ആൻഡ് കസ്റ്റമർ കോസ്റ്റിനെ കുറിച്ചിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ABC സിസ്റ്റത്തിലൂടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ABC സിസ്റ്റം വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ABC സിസ്റ്റത്തിൽ എന്തൊക്കെ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് ടേം പറയുന്നത് ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി എന്തിനാണ് ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആൻ ആക്ടിവിറ്റി മീൻസ് എന്താ ആക്ടിവിറ്റി? ആൻ അഗ്രഗേറ്റ്സ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ടാസ്ക്സ് ഹാവിങ് സം സ്പെസിഫിക് ഫങ്ഷൻസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സിൻ്റെ കംപ്ലീഷന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രത്യേക അല്ലെങ്കിൽ ചില നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളിൽ പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടാസ്കുകളെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേമിൻ്റെ ഗോൾ ഓർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് മാക്സിമം പ്രൊഡക്ഷൻ അല്ലേ, പരമാവധി ഉൽപ്പാദനം നടത്തുക, അത് പരമാവധി സെയിൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ പ്രോഡക്റ്റ്, സർവീസസ് ഓർ ജോബ് അല്ലേ, അപ്പം പ്രോഡക്റ്റ് അത് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രോഡക്റ്റ്, സർവീസസ് ഓർ ജോബ്സ് അതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ഫങ്ഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലെ ആ ഒരു ക്ലോസ്ലി റിലേറ്റഡ് ടാസ്കുകളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റീസിനെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് കസ്റ്റമർ ഓർഡർ പ്രോസസ്സിങ് ആക്ടിവിറ്റിയാണ്. അതിലെ ഈ കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു ഇൻ്റർറിലേറ്റഡ് ടാസ്കുകൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് ആണ്, നമ്മളവിടെ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ നമ്മൾ റിസീവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യണം. കാരണം നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കാനുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ അത് നൽകുന്നത് ആരാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് നൽകുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യണം. അവർക്ക് ആ ഓർഡറിനനുസരിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഓർഡർ എടുത്തു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ നടത്താൻ അവർ ഓക്കെയാണ്, പിന്നെ നമ്മളത് എപ്പോൾ ഡെലിവറി ചെയ്യും? അപ്പോൾ ആ ഡെലിവറി ടൈമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഗിവിങ് കമ്മിറ്റ്മെൻറ്റ് ടു ദ കസ്റ്റമേഴ്സ് റിഗാർഡിങ് ഡെലിവറി ടൈംസ്. അപ്പോൾ ഈ ഒരു ഓർഡർ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ, കസ്റ്റമർ ഓർഡർ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് ഇൻ്റർ റിലേറ്റഡ് ടാസ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഈ അഗ്രഗേറ്റ്സ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ടാസ്ക്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന മറ്റു ആക്ടിവിറ്റീസാണ് ഇപ്പോൾ അസംബ്ലിങ്, പാക്കേജിങ്, അഡ്വർടൈസിങ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. ദെൻ ഈ ആക്ടിവിറ്റീസ് തന്നെ രണ്ട് തരത്തിലാണ് വരുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അതിനെ തന്നെയാണ് നമ്മൾ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും. ഇതിലെ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ് ആക്ടിവിറ്റീസ് ആണ്. അതായത് പ്രോഡക്റ്റിലെ വാല്യൂ എൻഹാൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ
വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് ഏതിൽ വരുന്നത്? വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസിൽ വരുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. പ്രൊഡക്ഷൻ പ്രോസസ് ആക്ടിവിറ്റീസ് ആണ് വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ആക്ടിവിറ്റീസ് ദാറ്റ് എൻഹാൻസ് ദ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് ഇൻ ദ ഐസ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പം ഇവിടെ എന്താണ്? ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ബീയിങ് പെർഫോംഡ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു കൂട്ടം ആക്ടിവിറ്റീസ്, അതിനെ നമ്മൾ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണം വരുന്നത് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ആണ്. നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസിനെ നമ്മൾ സപ്പോർട്ട് ആക്ടിവിറ്റീസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ്, സപ്പോർട്ട് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അതിന് എക്സാമ്പിളാണ് ഷെഡ്യൂൾ പ്രൊഡക്ഷൻ, സെറ്റപ്പ് മെഷീൻ, പർച്ചേസ് മെറ്റീരിയൽ, ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് ഐറ്റംസ്, കസ്റ്റമർ ഓർഡേഴ്സ്, ദെൻ സപ്ലയേഴ്സ് റെക്കോർഡ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എന്താണ്? സപ്പോർട്ട് സർവീസ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്? ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ വരുന്ന ആ ഒരു സ്പെസിഫിക് ഫംഗ്ഷനകത്ത് വരുന്ന ക്ലോസ്ലി റിലേറ്റഡ് ടാസ്കുകളുടെ ദെൻ പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു ടേം എന്ന് പറയുന്നത് റിസോഴ്സസ് ആണ്. റിസോഴ്സസ് ആണ് മറ്റൊരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇലമെൻറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പെർഫോമിങ് ദ ആക്ടിവിറ്റീസ്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിനെ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഹെൽപ്പിംഗ് ഇൻ ദ ആക്ടിവിറ്റീസ്. അപ്പം ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെ നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സസ് ആർ ഇലമെൻറ്റ്സ്. അത് ഇലമെൻറ്റ്സ് ആണ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പെർഫോമിങ് ദ ആക്ടിവിറ്റീസ്. അപ്പം ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ട്, പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനെ ഉപയോഗിക്കുന്ന ഇലമെൻറ്റ്സിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കസ്റ്റമർ ഓർഡർ പ്രോസസ്സിങ് അല്ലേ? നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കസ്റ്റമർ ഓർഡർ പ്രോസസ്സിങ്. അപ്പോൾ ഈ കസ്റ്റമർ ഓർഡർ പ്രോസസ്സിങ്ങിലെ എന്തുണ്ട്? ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റിക്ക് അകത്ത് ഒരുപാട് ടാസ്കുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ എടുക്കുക, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടോ എന്നറിയാൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, പിന്നെ പ്രോഡക്റ്റിൻ്റെ ഡെലിവറി ടൈം കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കാര്യം കസ്റ്റമർ ഓർഡർ പ്രോസസ്സിങ്ങിൽ വരുന്ന റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഓർഡർ എടുക്കാനായിട്ട് നമുക്കൊരാൾ വേണം. അപ്പോൾ ഓർഡർ റിസീവർ, ആ റിസീവ് ചെയ്യുന്ന ഒരാൾ നമുക്ക് വേണം, ഒരു എംപ്ലോയി നമുക്ക് വേണം. പിന്നെ നമ്മളിപ്പോൾ ടെലഫോണിലൂടെയൊക്കെ എടുക്കുന്നത് വെച്ചിങ്ങനെ നമുക്ക് ടെലഫോൺ വേണം. ദെൻ മെയിലൊക്കെ ആയിട്ടാണ് നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ ഓർഡർ പ്രോസസ്സിങ് ആക്ടിവിറ്റിയിലെ അതിൻ്റെ ആ ടാസ്ക്, ആ ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സാണ് ഇതൊക്കെ. ഈ ഓർഡർ റിസീവറും ടെലഫോണും കമ്പ്യൂട്ടേഴ്സും ഒക്കെ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മെറ്റീരിയൽ, ലേബർ, എക്യുപ്മെൻറ്റ്, ഓഫീസ് സപ്ലൈസ് ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി അതിനെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഓർ ഫാക്ടേഴ്സ്, അതാണ് റിസോഴ്സസ്.
ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ദ എമൗണ്ട് പെയ്ഡ് ഫോർ റിസോഴ്സ് കൺസ്യൂംഡ് ബൈ ആൻ ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതിന് നമുക്ക് ചില ഫാക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞു, അതാണ് നമ്മുടെ റിസോഴ്സസ്. അപ്പോൾ ആക്ടിവിറ്റി എന്ത് കൺസ്യൂം ചെയ്യുന്നുണ്ട്? റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിസോഴ്സസ് കൺസ്യൂം ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് പേയ്മെൻറ്റ് നടത്തണം അല്ലേ? ഇപ്പോൾ ടെലഫോൺ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെലഫോൺ ബില്ല് അടയ്ക്കണം, നമ്മൾ അടയ്ക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഓർഡർ റിസീവർ ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ സാലറി കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിന് വേണ്ട പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അതിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഈ റിസോഴ്സസ് കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓരോ ആക്ടിവിറ്റീസിലും റിസോഴ്സസ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ ആ എമൗണ്ട് പെയ്ഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ഫോർ റിസോഴ്സസ് കൺസ്യൂംഡ് ബൈ ആൻ ആക്ടിവിറ്റി. അപ്പോൾ ആക്ടിവിറ്റി കൺസ്യൂം ചെയ്യുന്ന വിഭവത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ, എമൗണ്ട്, അതിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an item for which cost measurement is required. നമ്മൾ കോസ്റ്റ് മെഷർ ചെയ്യേണ്ട ഐറ്റത്തിനെയാണ് നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താവാം? പ്രോഡക്റ്റ് അല്ലേ? പ്രോഡക്റ്റ് ആവാം, ദെൻ സർവീസസ് ആവാം, പ്രോഡക്റ്റ് സർവീസസ് ആവാം, അതുപോലെ തന്നെ ഓർ എ കസ്റ്റമർ. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റ് അത്രയേ ഉള്ളൂ. an item for which cost measurement is required. അപ്പം അതിനെ നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ പ്രോഡക്റ്റ്, സർവീസ് ഓർ കസ്റ്റമർ ഒക്കെ കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കോസ്റ്റ് പൂൾ. കോസ്റ്റ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. ആ കോസ്റ്റുകളെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. ടേം, അതൊരു ടേമാണ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഗ്രൂപ്പിംഗ് ഓഫ് കോസ്റ്റ് ഇൻഗേർഡ് ഓൺ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. അതിനെ നമ്മൾ കോസ്റ്റ് പൂൾ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് ആക്ടിവിറ്റിയിൽ കുറേ ആ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിനായിട്ട് നമ്മൾ കുറേ ഐറ്റംസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. ടെലഫോൺ, സാലറി കൊടുക്കുക, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ടെലഫോൺ ബില്ല് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇവിടെ സാലറി കൊടുക്കുമ്പോഴും പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ടെലഫോൺ ബില്ല്, അപ്പോൾ ഇതെല്ലാം കൂടെ ഏതിനകത്ത് വരുന്നതാണ്? ഈ കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിക്കുള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഈ കോസ്റ്റിനെ എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ കോസ്റ്റ് പൂൾ എന്നാണ് പറയുക. അപ്പോൾ അതാണ് കോസ്റ്റ് പൂൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു പൂൾ അക്കോർഡിംഗ് ടു ദ ആക്ടിവിറ്റീസ് വിച്ച് ഡ്രൈവ് ദം. അപ്പോൾ ആ ആക്ടിവിറ്റീസിൽ ഉപയോഗിക്കുന്ന കോസ്റ്റുകളെ എല്ലാം കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. അപ്പം അതൊരു ഇതാണ് കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഓൾ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ, അതൊരു കോസ്റ്റ് പൂളായിട്ട് നമുക്ക് പറയാം. പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ ഓർഡറിങ് കോസ്റ്റ് വരും, ഇൻസ്പെക്ഷൻ കോസ്റ്റ് വരും, സ്റ്റോറേജ് വരും,
അല്ലേ, വെയർ ഹൗസ് ആൻഡ് സ്റ്റോറേജ് വരും. അപ്പോൾ ആ കോസ്റ്റൊക്കെ കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് എന്ത് പറയാം, പ്രൊക്യൂർമെൻറ്റ് എന്നുള്ള കോസ്റ്റ് പൂളിനകത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റേഷനറി, ടെലിഫോൺ ബില്ല്, സാലറി, അങ്ങനെയുള്ളതൊക്കെ കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് കസ്റ്റമർ ഓർഡർ പ്രോസസ്സിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോസ്റ്റ് പൂളിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ അപ്പോൾ ഒരു പ്രത്യേക അല്ലെ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീസിനെ ചിലവായിട്ടുള്ള കോസ്റ്റിനെ മൊത്തം ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ വരുന്നതാണ് കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ അല്ലേ, നമ്മൾ ബസ് ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓട്ടോ കൊണ്ടുവരുന്ന ആളോ, ഡ്രൈവ് ചെയ്യുന്ന ആളെ നമ്മൾ ഓട്ടോ ഡ്രൈവർ, ബസ് ഓടിക്കുന്ന ആളെ നമ്മൾ ബസ് ഡ്രൈവർ എന്ന് പറയുന്നു. അതേപോലെ തന്നെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടാകുന്നതിനെ കാരണമാകുന്ന ഒരു ആക്ടിവിറ്റി ഓർ ഇവൻ്റ് ഓർ ഫാക്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓർ ഇവൻ്റ് ഓർ ഫാക്ടർ ദാറ്റ് കോസസ് എ ചേഞ്ച് ഇൻ ദ കോസ്റ്റ് ഓഫ് ആൻ ഇവൻ്റ്. അപ്പോൾ അവിടെ അത്രയേ ഉള്ളൂ. അതായത് കോസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഇവൻ്റ് ഓർ ഫാക്ടർ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ചെലവുണ്ടാകുന്നതിനെ കാരണമാകുന്ന ഒരു പ്രവർത്തനം, അതാണ് എന്ത്, കോസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ കോസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഓർ ഇവൻ്റ് ഓർ ആക്ടിവിറ്റിയാണ് കോസ്റ്റ് ഡ്രൈവർ. ദെൻ ഈ കോസ്റ്റ് ഡ്രൈവേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ ആൻഡ് ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ വരുന്നുണ്ട്, ദെൻ ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ. റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ ആൻഡ് ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ. അതിലെ റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ബൈ ആൻ ആക്ടിവിറ്റി. അപ്പോൾ ഒരു ആക്ടിവിറ്റി കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന റിസോഴ്സസിൻ്റെ അളവ്, അതിനെയാണ് നമ്മൾ റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് പൂളിൽ അത് ഉപയോഗിക്കുന്ന ആ ഒരു റിസോഴ്സസ് ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ കോസ്റ്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റി അത് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് അത് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് മെഷർ ചെയ്യുന്നതിൻ്റെ ആണ് നമ്മൾ റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ ദ കോസ്റ്റ് ഓഫ് എ റിസോഴ്സസ് ടു ആൻ ആക്ടിവിറ്റി ഓർ കോസ്റ്റ് പൂൾ. ഇപ്പോൾ ഒരു ആക്ടിവിറ്റിയിലേക്കോ അല്ലെങ്കിൽ കോസ്റ്റ് പൂളിലേക്കൊക്കെ റിസോഴ്സിൻ്റെ കോസ്റ്റ് അസൈൻ ചെയ്യാനായിട്ട്, നിർണ്ണയിക്കാനായിട്ട്, ചിലവ് നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ഈ റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവറാണ് ഉപയോഗിക്കുക. എത്ര റിസോഴ്സസ്, അത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ആക്ടിവിറ്റിയിൽ എന്തോരം റിസോഴ്സസ് അവരെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതിൻ്റെ അളവ് അത് സൂചിപ്പിക്കുന്നതാണ് റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ. ഇനി ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഫ്രീക്വൻസി ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ഡിമാൻഡാണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ആക്ടിവിറ്റീസിലെ തന്നെ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ആ ഒരു ഫ്രീക്വൻസി ഓർ ഇൻറ്റൻസിറ്റി അത് മെഷർ ചെയ്യുന്നതിനുള്ള മെഷർമെൻ്റാണ് ഈ ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റുകളിലേക്ക് ആക്ടിവിറ്റി കോസ്റ്റ് അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവറാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവറിന് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഡ്രൈവറിനുള്ള എക്സാമ്പിളാണ് മെഷീൻ സെറ്റപ്പ്, അതുപോലെ പർച്ചേസ് ഓർഡർ, നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ, ക്വാണ്ടിറ്റി ഓഫ് ഇൻസ്പെക്ഷൻസ്,
ക്വാളിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ, പ്രൊഡക്ഷൻ ഓർഡേഴ്സ് ആൻഡ് ഷെഡ്യൂളിങ്, എൻജിനീയറിംഗ് ചേഞ്ച് ഓർഡർ, പിന്നെ ഷിപ്മെൻറ്റ്, മെറ്റീരിയൽ റെസിപ്റ്റ്, ഇൻവെൻ്ററി മൂവ്മെൻറ്റ്, മെയിൻ്റനൻസ് റിപ്പോർട്ട്, സ്ക്രാപ്പ് ഓർ റീവർക്ക് ഓർഡേഴ്സ്, മെഷീൻ ടൈം, അതുപോലെ കമ്പ്യൂട്ടർ അവേഴ്സ് ലോഗ്ഡ്, അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ് അവർ ലോഗ്ഡ്, അങ്ങനെ ഒരുപാട് കോസ്റ്റ് ഡ്രൈവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് സാധാരണ യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റിലെ കോസ്റ്റ് ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രോഡക്റ്റിൻ്റെ ഒരു ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് ട്രേസ് ചെയ്യാനായിട്ടാണ് ഈ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റീസിലും ഉപയോഗിക്കുന്ന റിസോഴ്സസിൻ്റെ അളവ് ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റ്, അതാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും, ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഓരോ ആക്ടിവിറ്റീസും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും കൺസ്യൂം ചെയ്യുന്ന റിസോഴ്സസ് അല്ലേ, ഓരോ ആക്ടിവിറ്റീസും കൺസ്യൂം ചെയ്യുന്ന റിസോഴ്സസ് അതിൻ്റെ അളവനുസരിച്ചുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ട്രേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റ്, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് പ്രോഡക്റ്റിലേക്ക് കോസ്റ്റ് അസൈൻ ചെയ്യാനായിട്ടാണ് ഈ ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം വിവിധ ആക്ടിവിറ്റീസും അതിനുപയോഗിക്കുന്ന കോസ്റ്റ് ഡ്രൈവേഴ്സും ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അതിനുപയോഗിക്കുന്ന കോസ്റ്റ് ഡ്രൈവറാണ് നമ്പർ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റിയാണ്. അതിൻ്റെ കോസ്റ്റ് ഡ്രൈവറാണ് നമ്പർ ഓഫ് മെറ്റീരിയൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി പ്രൊഡക്ഷൻ പ്രോസസ്സിലെ നമ്മൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓവർ ഹെഡ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, എത്ര മെറ്റീരിയൽ മൂവ്മെൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രോഡക്റ്റിലേക്ക് ഈ കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ മെഷീൻ സെറ്റപ്പ്, നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺസ് ആണ് അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ. ദെൻ മെയിൻ്റനൻസ് ഓഫ് മെഷീൻ, നമ്പർ ഓഫ് മെഷീൻ ബ്രേക്ക് ഡൗൺസ് ആണ് അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ. ദെൻ ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റിയാണ് അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ, നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻ ആണ്. അതുപോലെ ക്വാളിറ്റി ടെസ്റ്റിംഗ്, നമ്മൾ അവേഴ്സ് ഓഫ് കോസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുക. അതുപോലെ പാക്കിംഗ്, അവിടെ നമ്മൾ നമ്പർ ഓഫ് പാക്കിംഗ് ഓർഡേഴ്സ് ആണ് കോസ്റ്റ് ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വെയർ ഹൗസിങ്, അവിടെ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ സ്റ്റോക്ക്, അതാണ് നമ്മൾ എത്ര ഐറ്റം ആണ് അതിൽ വരുന്നത് സ്റ്റോക്കിൽ, അപ്പോൾ അതാണ് അവിടെ നമ്മൾ കോസ്റ്റ് ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റോർ ഡെലിവറി ആക്ടിവിറ്റിയാണ്, നമ്പർ ഓഫ് സ്റ്റോർ ഡെലിവറീസ് ആണ് അതിൻ്റെ കോസ്റ്റ് ഡ്രൈവേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓരോ ഓവർ ഹെഡിനെയും അല്ലെങ്കിൽ ഓരോ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ആ ആക്ടിവിറ്റീനെ നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയും. അപ്പോൾ ഓരോ ഓവർഹെഡ് കോസ്റ്റിനെയും അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റി അത് മെഷർ ചെയ്യുന്നതിനുള്ള ആ ഒരു മെഷറാണ് ഇത് കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോസ്റ്റ് ഡ്രൈവറിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു ടോപ്പിക് ഇതിനോടനുബന്ധമായിട്ട് നമുക്ക് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കാറ്റഗറീസ് ഇൻ ABC. ഇപ്പോൾ കാറ്റഗറീസ് ഇൻ ABCയിൽ നമുക്ക് 4 കാറ്റഗറിയാണ് വരുന്നത്. യൂണിറ്റ് ലെവൽ കാറ്റഗറി വരുന്നുണ്ട്, പിന്നെ ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, പ്രൊഡക്ഷൻ ലെവൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ നമുക്കതിൽ വരുന്നത് ഫെസിലിറ്റി ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഇങ്ങനെ 4 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് വരുന്നത്, ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ്. അപ്പം അത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആക്ടിവിറ്റികളുടെ കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് വരിക.
ആ എണ്ണവുമായിട്ട് വളരെ സ്ട്രോങ്ലി കോറിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോഡക്റ്റ് നമ്മൾ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത് റിപ്പിറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ആണ്. അതിന് എക്സാമ്പിളാണ് ഡയറക്റ്റ് ലേബർ അവേഴ്സ്, പ്രൊഡക്ഷനുമായി ക്ലോസ്ലി ഓർ സ്ട്രോങ്ലി റിലേറ്റഡ് ആണ്. മെഷീൻ അവേഴ്സ്, പവേഴ്സ്, ഇതൊക്കെ നമ്മളെങ്ങനെയാണ് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഓവർഹെഡ് കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബർ ആക്ടിവിറ്റീസും ഏതിൽ വരുന്നത് തന്നെയാണ്, യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. പക്ഷെ അതെന്തല്ല, ഓവർഹെഡ് കോസ്റ്റ് അല്ല. അപ്പോൾ ഈ യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അതിന് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ആക്ടിവിറ്റീസ് വരുന്നതാണ്, കോസ്റ്റ് നമുക്ക് വരുന്നതാണ്. ഇതിനെ നമ്മൾ യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ്. ദെൻ മറ്റൊന്ന് ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ് ആണ്. അതിൽ പറയുന്നത് ഇപ്പോൾ ചില ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിൻ്റെ കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ ബാച്ചിനനുസരിച്ചിട്ടാണ് വരിക. ഇപ്പോൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടല്ല, ബാച്ചസ് ആ യൂണിറ്റിൻ്റെ നമ്പർ ഓഫ് ബാച്ചസ് എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ബാച്ചുകളുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കോസ്റ്റ് വരിക ചില ആക്ടിവിറ്റീസിന്. അപ്പം അത്തരം ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കോസ്റ്റിൽ വ്യത്യാസം വരില്ല. പകരം എങ്ങനെയാണ്, നമ്പർ ഓഫ് ബാച്ചസ് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ബാച്ചുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് കോസ്റ്റിലെ വ്യത്യാസം വരുന്നത്. അതിന് എക്സാമ്പിളാണ് മെഷീൻ സെറ്റപ്പ് അല്ലേ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, മെറ്റീരിയൽ ഹാൻഡ്ലിങ്, പിന്നെ ഇൻസ്പെക്ഷൻ, അതൊക്കെ ബാച്ച് വൈസ് ആയിട്ടാണ്. നമ്മളിപ്പോൾ ഇൻസ്പെക്ഷൻ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മൾ പരിശോധിച്ച് നോക്കില്ല. ഇപ്പോൾ ഒരു ബാച്ച് പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഓരോ ബാച്ചിൽ നിന്ന് നമ്മൾ 1-2 പ്രോഡക്ട്സുകളാണ് നമ്മൾ എന്തെടുത്ത് ഇൻസ്പെക്ട് ചെയ്യുന്നത്, അല്ലാതെ യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ ഒന്നും നടത്തുന്നില്ല. അതുപോലെ മെഷീൻ സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ സിംഗിൾ യൂണിറ്റിന് വേണ്ടിയിട്ടല്ല, അത് ഓരോ ബാച്ച് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ മെഷീൻ സെറ്റപ്പ്, ഇൻസ്പെക്ഷൻ, പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, മെറ്റീരിയൽ ഹാൻഡ്ലിങ്, അതൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് പ്രോഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസ് ആണ്. പ്രോഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് എന്താ പറയുക നിർണ്ണയിക്കുന്നത് പുതിയ പ്രോഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്തരം ഇതിനെയാണ്, അതായത് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് പ്രോഡക്റ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസൈനിങ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ ചില പാർട്സുകൾ നമ്മൾ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അഡ്വർടൈസിങ് കോസ്റ്റ്, ന്യൂ പ്രോഡക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ധാരാളം അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇനി ചില സമയത്ത് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിനെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്രോഡക്റ്റ് ലെവൽ കോസ്റ്റിങ്ങിൽ വരുന്നത്. പിന്നെ വരുന്നത് ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ് ആണ്. ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസിൽ പറയുന്നത് കോസ്റ്റ് ഓഫ് സം ആക്ടിവിറ്റീസ് ആർ ക്യാൻ ബി റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ലൈൻ. ചില പ്രോഡക്റ്റ് ലൈനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തു വരാം, ചിലവ് വരാം. അപ്പോൾ അത്തരം ഇതിനെയാണ് അത് നമ്മളിപ്പോൾ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ബിൽഡിംഗ് ആൻഡ് ഫെസിലിറ്റീസിൻ്റെ
മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന ചിലവുകളാണ് ഇതിൽ വരുന്നത്, ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ മെയിൻ്റനൻസ് ഓഫ് ബിൽഡിങ്, പ്ലാന്റ് സെക്യൂരിറ്റി, പ്രൊഡക്ഷൻ മാനേജർക്ക് കൊടുക്കുന്ന സാലറി, അഡ്വർടൈസിങ് ക്യാമ്പയിൻ, കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അഡ്വർടൈസിങ് ക്യാമ്പയിൻ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിനെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതിൽ വരുന്നത്, ടേംസ് യൂസ്ഡ് ഇൻ പ്രോഡക്റ്റ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ടേംസ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.